ഇതിലെവിടെ പോലീസ് പിടിച്ചോണ്ട് പോണ കഥ? അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും. അതല്ലേ, അതാണ് വ്യൂവേഴ്സിനെ നിന്റെ ലേബറത്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കൊടയല്ലാണോ അവിടെ ഇവിടെയൊക്കെ സ്റ്റുഡിയസ് പോയി ആലോചിച്ച് നമുക്കറിയാലോ 138 കോടി ഉണ്ടെങ്കിൽ പെൻഡോസ് ഇപ്പൊ കിട്ടും. എന്തിനാ എനിക്ക് പറഞ്ഞു, ഞാൻ എന്ത് കാണിക്കാൻ? പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഇതാരും കാണാനൊന്നും പറഞ്ഞില്ല. അതും പുറത്തു പറയാൻ പറ്റില്ല. പുറത്ത് ഇറങ്ങിപ്പോണ പോഡ്കാസ്റ്റ് പുറത്ത് പറയാൻ പറ്റാത്ത കഥയായിട്ടോ അതൊക്കെ. ഇതിന്റെ എൻഡ് ക്രെഡിറ്റ്സ് ആയിട്ട് ഇവന്റെ കുറച്ച് ഹിഡൻ ക്ലിപ്സ് ആയിരിക്കും, എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ ആയിട്ട്. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് വന്ന പോലെ ശരിക്കും വൈഷ്ണവാണ്. ഒന്നാമത്തെ ആവതില്ല, അത് വേറെ കാര്യം. പിന്നെ അതിനുള്ള കഴിവ് നമുക്കില്ല. സഹോദരനെ പോലെ അതിനെ കാണുന്നതൊക്കെ പറയാം. ഞാൻ കോളേജിൽ നിന്ന് സ്കൂൾ വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, അങ്ങനെ ജീവിച്ചായിരുന്നൊരു വ്യക്തി. അപ്പൊ വീട്ടുകാര് കണ്ടുപിടിക്കുന്ന ഒരു നല്ലൊരു കുട്ടീനെ വേണ്ടി കെട്ടുള്ളതാണ് പറയുന്നത്. എന്റെ മുഖത്ത് സന്തോഷം കൂടുന്നുണ്ടോ? കുറച്ചധികം ആലോചിച്ച് എങ്ങനെ ഇവര് ക്യൂട്ട്നെസ് ഇട്ടങ്ങ് മെഴുകുക. ഇത് ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് ഇറക്കോടാ. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ മൊബൈൽ നമ്പർ. ആരും ഒന്നും പറയുന്നില്ല, വലിയ ചെലവൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ 1 കോടി രൂപയുള്ളൂ. ഹലോ ഹായ് സുഹൃത്തുക്കളെ, ചുമ്മാ ഒരു പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ പേര് എൻട്രിക്. എൻ്റെ പേര് അലോഷ്യസ്. നമ്മൾ ഇപ്പോൾ ലൈക്ക് പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ഈ പണ്ടത്തെ കാലത്ത് ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ മറ്റേ സിറ്റുവേഷൻഷിപ്പ് ഞാനും പഠിച്ചായിരുന്നു. ആക്ച്വലി ഞാൻ ആ എപ്പിസോഡ് ഇറങ്ങിയ ശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പഴയത്. പുള്ളിക്കാരി ഇതുപോലെ എന്തോ ഒരു ജെപ്റ്റോന്ന് ഒരു മറ്റേ ജെപ്റ്റോയിൽ ഇപ്പൊ ഒരു ബുക്ക് ഉണ്ട്, ഈ മറ്റേ റിലേഷൻ ജെൻസി ടേംസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അപ്പൊ അതെനിക്ക് അയച്ചു തന്നിട്ട് ഈ സാധനം മേടിക്കുന്നത് നല്ലതാണ്, നിന്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതിற்கு വലിയ ഐഡിയ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ഈ സാധനം കയറി ഇത് പഠിച്ചിട്ട് അവിടെ അടുത്ത പോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലല്ലോ, ഇല്ല വൻ ലാഭം. ഇവിടെ സെപ്റ്റോ ഇല്ല ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞില്ല ആലോചിച്ച് ഇതൊരു സാമൂഹ്യ സേവനമായിട്ട് കണക്കാക്കണം. സാമൂഹിക സേവനം കുറച്ചുണ്ടാക്കുന്നുണ്ട്. അയ്യോ, എന്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്? എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇപ്പോഴത്തെ ടോപ്പിക്? നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. കുറെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 10-12 കൊല്ലം പഠിക്കാൻ പോയതിലൊന്നില്ലെങ്കിൽ എല്ലാവരും പോയി. പക്ഷെ നമ്മൾ പോയത് അങ്ങനെയല്ലല്ലോ. നമ്മള് മറ്റേ സ്റ്റേറ്റ് സ്കൂളും CBSE മാറി മാറി. ഇപ്പോഴത്തെ ആൾക്കാർ ഇതൊന്നും പഠിക്കുന്നില്ല. പിന്നെ എന്റെ ക്ലാസ്സിൽ ചെക്കനൊക്കെ ഉണ്ടായിരുന്നു 1200 വാങ്ങിച്ചു. എന്റെ കോളേജിൽ എന്റെ സ്കൂളിലുണ്ടായിരുന്നു ഇതുപോലെ. കൊണ്ട് വെച്ച് എഴുതിയാൽ അത്ര മാർക്ക് കിട്ടില്ല. നോട്ട്ബുക്ക് മൊത്തത്തിൽ എനിക്ക് ബുക്ക് മൊത്തത്തിൽ വന്നാലും എനിക്ക് കിട്ടില്ല അത്ര മാർക്ക്. എന്തായാലും അലോചിയുടെ കഴിവുകളെ ഇങ്ങനെ ഇത് ചെയ്തിടാം. അലോചി ഇങ്ങനെ തുണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ തെറ്റാണ്. അതെ അതെ, ആലോചിച്ച് നമ്മൾ മാന്യം മര്യാദക്ക് തലേദിവസം ഇരുന്ന് മൊത്തത്തിലൊന്നും പഠിക്കാം. 5-6 പ്രാവശ്യം റിവിഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 പ്രാവശ്യം എന്റെ വിഷയം തന്നെ തീരാറില്ല പരീക്ഷയുടെ മുന്നേ. ഞാൻ പക്ഷെ ഒരു സ്റ്റുഡിയസ് ബോയ് ആയതുകൊണ്ട് പരീക്ഷയുടെ തലേദിവസം തന്നെ എല്ലാരും പഠിച്ച് തീർക്കും. അതിന് ഞാൻ പല പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോവാറുണ്ട്. ഫെർണാണ്ടസിനെ ഒന്ന് വിളിക്കട്ടെ. പല പിള്ളേരും ഹെൽപ്പ് ചെയ്യാൻ പോയത്. നിന്റെ ലേബറത്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കൊടയല്ലാണോ അവിടെ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു പൂക്കൾ കൊച്ചു കൊച്ചു ഇലകൾ വെച്ച് അടക്കേണ്ടി വരും. ബുക്ക് പറയാ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. വിറ്റ് വെക്കാറേ ഇല്ല. സ്റ്റുഡിയസ് പോയി ആലോചിച്ച് നമുക്കറിയാലോ. എന്റെയൊക്കെ സമയത്ത് 20 വയസ്സായി കഴിഞ്ഞാൽ ആള് കല്യാണം കഴിച്ച് സെറ്റിൽ ആവുന്ന രീതിയിലുള്ള ഒരു വർത്താനായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അടിമപ്പണി എടുത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും തിരിച്ച് പഠിക്കാൻ പോയല്ലോ. വീട്ടുകാരുടെ പൈസക്കല്ലേ? അല്ലല്ലോ, സ്വന്തം പൈസ. വീട്ടുകാർ പറഞ്ഞു, ഞാൻ വീട്ടുകാരുടെ ദിവസം പറഞ്ഞ എനിക്ക് മറ്റേ ട്രാവലിംഗ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ഞാൻ പൈലറ്റ് ആവാൻ പോയാലോ. ബൈക്കും കാറും മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ പൈലറ്റിലോട്ട്. ഞാൻ പറഞ്ഞ വീട്ടുകാർ പറഞ്ഞു ഇപ്പൊ ജോലി കിട്ടിയില്ലേ, ഒരു സൈഡിൽ നിന്ന് പൈക കൂട്ടി വെച്ച് വലിയ ചെലവൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ 1 കോടി രൂപയുള്ളൂ. അത് അത്രേ ഉള്ളൂ. ജീവിതകാലം കൂടെ പണിയെടുത്താലും പൈലറ്റ് ആവത്തില്ല. പൈലറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വൻ ലാഭല്ലേ, പ്ലെയിനൊക്കെ ഓടിക്കാലോ. പിന്നെ വീണ്ടും മുമ്പിലിടാൻ പറ്റിയ താരമാണല്ലോ. സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചാൽ ഓടിക്കാൻ പറ്റില്ല. വാടകയ്ക്ക് എടുത്ത റെന്റ് എടുത്താലും ഓടിക്കാൻ പറ്റും. അല്ലല്ലേ, പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഓടിക്കാം. 1 കോടി രൂപ ശരിയാ. വലിയ വലിയ ബന്ധുക്കളിലേക്ക് പോകണ്ട. ഞാൻ അതിന്റെ ഒരു സാധനം ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കല്യാണ സ്വാമിയുടെ ഉപയോഗിച്ച ഒരു 16 കോടിയുടെ ഒരു ജെറ്റ് വിൽക്കാനുണ്ട്, വേണമെന്ന് ചോദിച്ചത്. എനിക്കിത് ആരോ അയച്ചത്. എനിക്കൊന്ന് വൈഷ്ണവാണ്. വൈഷ്ണവ് ഈ സെയിം സാധനം എനിക്ക് അയച്ചു. ഞാൻ ചോദിച്ചു അവര് മറ്റേ റിയലിറ്റിയിലെ മറ്റേ
പെൻഡോസ് വിൽക്കാനുണ്ട്. 138 കോടി ഉണ്ടെങ്കിൽ പെൻഡോസ് ഇപ്പൊ കിട്ടും. ഇതൊക്കെ എന്തിനാ എനിക്ക് പറഞ്ഞു? ഞാൻ എന്ത് കാണിക്കാൻ ഈ 130? എടാ നിന്റെ ഇൻസ്റ്റാഗ്രാം കാണുന്നത് എന്തോ വലിയ സംഭവമായിട്ടാ. നമുക്കല്ലേ അറിയാം നമ്മൾ സെലിബ്രിറ്റി ആയ കാര്യം ഇൻസ്റ്റാഗ്രാം പറഞ്ഞു നമ്മൾ അറിഞ്ഞിട്ടില്ല. അതെ അതെ സെലിബ്രിറ്റി. ഇപ്പൊ അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ലുലുമാളിക്കൂടെയൊക്കെ പോകുമ്പോ ആലോചിച്ച് പോകുന്നു എന്റെയൊക്കെ പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ ബ്രാൻഡ് കൊളാബറേഷൻസും കാര്യങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ ആരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ സഞ്ജി വെച്ച് ഓർമ്മയുണ്ടോ? ആ സെഞ്ചുറി നമ്മൾ വിളിക്കുന്നതാണ് ഇങ്ങോട്ട് വിളിച്ച പൈസ. അത് കൊളാബറേഷൻ ഒന്നല്ല ഗൈസ്, അത് നമ്മൾ കാണാൻ ആസ്തറ്റിക്സിന് വെച്ചതാ. ഓക്കെ നമ്മളിപ്പോ പിന്നെയും പണ്ടത്തെ സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ നമ്മൾ തെങ്ങും പറമ്പൊക്കെ ഉണ്ടല്ലേ ബാക്കിൽ. നമ്മള് ഫ്ലാറ്റിൽ നിന്ന് മാറി ഓപ്പൺ സ്പേസിലേക്ക് പോകുന്നു വിചാരിച്ചു. നമ്മൾ കുറച്ച് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാം. കാക്കയുടെ എന്താ പറയാ അതും അതെ കൂടുതലായ എന്റെ പ്രശ്നങ്ങൾ ഇവിടെ ബാക്കിയുള്ളവർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പൊ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എന്ത് സ്കൂൾ മെമ്മറീസ് ആണുള്ളത്? എനിക്കങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ട് സ്കൂൾ മെമ്മറി ഉണ്ട്, പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, അതാരും കാണാനൊന്നും പറഞ്ഞില്ലല്ലോ. ആകെ 100 പേരുള്ളൂ. പിന്നെ നമ്മുടെ ഡിവൈസിൽ നിന്ന് 2 പേര് വെച്ച് വേറെ. അതല്ല ഇത് ഷെയർ ചെയ്ത് പോയി പോലീസിന്റെ അടുത്തൊക്കെ എത്തിയാൽ നമ്മൾ ജയിലിൽ പോകും. അല്ലേ ബോക്സ് അല്ലേ പോരാ അവിടെ നീ എന്നെ ആ രീതിയിലേക്ക് അങ്ങ് ഇതാക്കി വിടേ. ഞാൻ ഹിന്ദിയൊക്കെ എത്ര വട്ടം തോറ്റിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പോഴും ഹിന്ദി പറയാറില്ല നമ്മൾക്ക്. അല്ല ഞങ്ങൾ ദുരന്തർ കാണാൻ പോയി മലയാളം കാണണമെന്നാ പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഞാൻ ഇതുപോലെ മറ്റേ ജവാൻ കാണാൻ പോയപ്പോ ലൈക്ക് മ്യൂലാൻഡ് ഉണ്ട്. മ്യൂലാൻഡിൽ കുറച്ച് പിള്ളേർ കൂടെ പോയെ. അപ്പൊ ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് മ്യൂലാൻഡിലുള്ളതിനെ. അപ്പൊ ഞാനിങ്ങനെ ഓരോ ഡയലോഗ് വരും. ഇപ്പൊ എന്താ പറഞ്ഞേ നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഹിന്ദി. ഇപ്പൊ മറ്റേ ബംഗാളി രാഷ്ട്രഭാഷ അറിയില്ലടാ പട്ടി എന്നൊക്കെ കഴിച്ചിട്ട് താഴെ കമന്റ് ഇടാൻ വരും. അവർക്ക് മലയാളം അറിയത്തില്ല. രാഷ്ട്രഭാഷയല്ല അങ്ങനെ ഇല്ലല്ലേ? ഇന്ത്യക്ക് രാഷ്ട്രഭാഷയില്ല, മലയാളമോ ഹിന്ദി ഒന്നുമില്ല. നമുക്ക് മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള നമ്മള് സൂപ്പറാ. ഇന്ത്യ കാര്യത്തിൽ അടിപൊളി. നാഷണൽ ലാംഗ്വേജ് ഉണ്ട്? ഇല്ല ഒരു ലാംഗ്വേജും ഇല്ല. നാഷണൽ ലാംഗ്വേജ് ആയെന്ന് പറഞ്ഞിട്ടല്ലേ ഒരു മറ്റേ ഈ പടം ഇറങ്ങിയായിരുന്നത് ഈ അടുത്ത്. ഏത് ആരുടെയാ കൃഷ്ണ ഏതൊരുത്തന്റെ മറ്റേ ഹിന്ദിക്കാരും തമിഴന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുള്ള ഒരു പടം ഇറങ്ങിയായിരുന്നു. അതെ നമ്മൾ പിന്നെ അങ്ങനെ ആവശ്യമില്ലൊന്നും പറയുന്നില്ല. അല്ല വിഷയത്തിൽ നിന്ന് തന്നെ 7ാം ക്ലാസ്സിൽ നീ ഹിന്ദി തോറ്റു എന്നിട്ട്. അതെ അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് മനസ്സിലായി എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാന്ന്. അനീതിക്ക് വേണ്ടി ICSE അല്ല സോറി ICSE അതല്ല ഇനി അനീതിയിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞ ഡാഡി അന്നോട്ട്. അങ്ങനെ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോ 8ാം ക്ലാസ് തൊട്ട് സ്റ്റേറ്റ് വന്നു. ഇതിലവിടെ പോലീസ് പിടിച്ചോണ്ട് പോണ കഥ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും. അതാണ് വ്യൂവേഴ്സിനെ. ഇല്ല എന്റെ പണ്ടത്തെ ഒരു കഥയുണ്ട്, മറ്റേ അതും പുറത്തു പറയാൻ പറ്റില്ല. പുറത്ത് ഇറങ്ങിപ്പോണ പോഡ്കാസ്റ്റ് പുറത്ത് പറയാൻ പറ്റാത്ത കഥയായിട്ട് അതൊക്കെ. പണ്ടൊരു ഇതുപോലെ ലൈക്ക് ഞാൻ ICSE പഠിക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചുണ്ടായി. ഇല്ല അന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇൻഫാക്ച്വേഷൻ ആണ്. അപ്പൊ നമ്മളത് അങ്ങനെ ഒരു അന്ന് നമുക്ക് അറിയില്ല. കഥകൾ ഞാൻ ചോദിക്കുന്നില്ല. ആ കൊച്ചിതൊക്കെ കാണുമ്പോ ആ കൊച്ചിനെ എനിക്കറിയാം. അല്ല ആ കൊച്ചിനെ സംസാരിക്കും. അല്ല അത് കഴിഞ്ഞിട്ട് അന്നും നമുക്ക് അങ്ങനെ ഇതിലിട്ടെ. പക്ഷെ ഞാൻ പിള്ളേരോട് പറയും കൊച്ചിനെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുമ്പോ അവര് പറയും നിനക്ക് അവര് ഇഷ്ടമല്ലേ എന്നൊക്കെ. അതേ ഞാൻ പറഞ്ഞില്ല, നമ്മള് അന്ന് മറ്റേ ക്യൂട്ട് ലവ് ആണ്. നമ്മള് ചിലപ്പോ ലവ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതന്നെ പിള്ളേര് ഇങ്ങനെ പറഞ്ഞോ നിനക്ക് അവളെ ഇഷ്ടമല്ലേ, നമുക്ക് പിന്നെ അവള് വരുമ്പോ പിള്ളേരൊക്കെ പിടിച്ച് കളിയാക്കുന്നത് അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് പണ്ടത്തെ സാധനം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു കുറെ ഓർമ്മകളുള്ളത് ആ കാര്യത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് പിന്നെ അപ്പൊ എനിക്കുള്ളിൽ ഒരു സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് മാത്രം ഇല്ല അത് വെച്ച് പണ്ടായിരുന്നു. ഞാൻ അവളെ ആനക്കൊണ്ടെന്ന് വിളിക്കായിരുന്നു. സംഭവിച്ച എനിക്ക് അറിയില്ല അതെങ്ങനെ അതെങ്കിലും അതായത് എനിക്ക് തോന്നുന്നു അന്ന് നമ്മള് സ്കൂളിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വരുത്തുമായിരുന്നു. ICSE സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലി പത്രം വരുത്തുന്നില്ല. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂൾ. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം പത്രത്തിന്, എന്തോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതുപോലെ ചെറിയ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിഷൻ വരും. അപ്പൊ അതിനകത്ത് ഇതുപോലെ എന്തോ ഒരു ന്യൂസിൽ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പൊ അവള് ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു നടക്കായിരുന്നു ഇങ്ങനെ ഈ ഒരു ന്യൂസ് കണ്ടോ ആനക്കൊണ്ട എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് ഞാൻ ഇവളിങ്ങനെ ആനക്കൊണ്ടാന്ന് കളിയാക്കി വിളിച്ചിരുന്നത്. അനക്കൊണ്ട ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും പോക്സോ കേസുകൾ കോടതി എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ അത് 7ാം ക്ലാസ്സിലുള്ള അത് കഴിഞ്ഞ് 7ാം ക്ലാസ് ഞാൻ ക്ലാസ് മാറി സ്കൂൾ മാറിയല്ലോ. ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കുട്ടി സ്കൂൾ മാറി
കണ്ടാ അവിടെ ട്വിസ്റ്റ്. കാഞ്ഞിരമാല അറബിക്കടലിനുള്ളതാണെങ്കിൽ അന്നാക്കൊണ്ട ഇൻഡ്രിക്കിനുള്ളതാണ്. ദൈവനിയോഗമാണ് ഇതൊക്കെ. എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മളെ സ്കൂൾ മാറിയില്ല. അപ്പൊ അടുത്തടുത്ത സ്കൂൾ, അതായത് ഞാൻ മറ്റേ അവിടെ പറയില്ല കോൺഫിഡൻഷ്യൽ ഡാറ്റ. ഇത് നമ്മുടെ 2 പേരുടെ സ്കൂള് കുറച്ച് അടുത്തായിരുന്നു. ഇപ്പൊ ഞാൻ ട്യൂഷന് വരുന്നു 8ാം ക്ലാസ്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ ട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ട്യൂഷൻ ട്രെൻഡ് ആണല്ലോ, ലൈക്ക് എല്ലാവരും ട്യൂഷന് വിടാന്നുള്ളതാണ്. ടീച്ചർമാരും അവിടെ സ്കൂളിൽ പഠിപ്പിക്കാത്തത് ടീച്ചറെ പഠിപ്പിക്കാൻ മറന്നുപോയത്. മിസ് പഠിപ്പിക്കൂല ബുദ്ധിപരമായിട്ട്. ബാക്കി ട്യൂഷൻ ക്ലാസ് എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ ആയിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ട്യൂഷൻ സെന്ററിലേക്ക് കാശ് എക്സ്ട്രാ കൊടുക്കണം. ബേസിക്കലി ട്യൂഷന് വേണ്ടി എനിക്ക് ഇതുവരെ ഒരു ഉപകാരം തോന്നിയിട്ടില്ല. ഞാൻ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പാസ്സാവാൻ കാരണം ട്യൂഷൻ സെന്റർ. എനിക്ക് 10ാം ക്ലാസ്സിലെ ട്യൂഷൻ കുറച്ചൊക്കെ, എന്നാലും ഞാൻ 10ലും സ്കൂളിൽ മര്യാദയ്ക്ക് പഠിപ്പിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. പഠിക്കാണ്ടല്ലേ പഠിപ്പിക്കാണ്ടല്ലേ പഠിക്കാണ്ടല്ലോ. അല്ലേ പഠിപ്പിക്കാത്തൊക്കെ ഉണ്ട്, കുറെ പഠിപ്പിക്കാത്തൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി കഥ പറ. നമ്മളെവിടെ ഇവളുടെ ഈ പോക്സോ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. അതായത് ഇവളുടെ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് എന്റെ ട്യൂഷൻ സെന്റർ. എന്ന് വെച്ചാൽ നേരെ ഫ്രണ്ടിലല്ല, പക്ഷെ കൈൻഡ് ഓഫ് അടുത്താണ്. അപ്പൊ അവിടെ ഞാൻ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്തോ ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവളപ്പുറത്തൂടെ പറഞ്ഞു. ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പൊ അവൾ എന്റെ പേര് വിളിച്ചിട്ട് എനിക്ക് നീ സ്കൂൾ മാറി നിൽക്കും. അപ്പൊ ഞാൻ സ്കൂൾ മാറി കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അവള് ഞാൻ അവൾ സ്കൂൾ ഞാൻ നീ സ്കൂൾ മാറി സ്കൂൾ മാറി എന്റെ ഇവിടെ കഴിച്ചപ്പോ ഞാൻ അങ്ങനെ സാധനം മേടിക്കാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ട് പോയി. അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഒരു കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. മീഡിയത്തിൽ എഴുതിയില്ല. ഇത് ഞാൻ ഹാൻഡ് റിട്ടൺ ഒരു കഥയുണ്ട്. ഒരു 20 പേജോ 22 പേജിന്റെ എന്തോ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അവള് സ്കൂളിൽ മാറിയപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പയ്യനുണ്ട്. അതായത് എനിക്ക് അത്ര പരിചയമില്ല, പക്ഷെ എന്റെ വീടിന്റെ അടുത്ത് കുറച്ച് അടുത്തുള്ള അവൻ ഇവളെ ലൈക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവനെ കാണുമ്പോൾ എനിക്ക് പേടിയാ. അന്ന് നമ്മൾ ഭയങ്കര ഇന്നസെന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ലൈക്ക് നമുക്ക് അങ്ങനെ തല്ലുണ്ടാക്കും. ഒന്നാമത്തെ ആവതില്ല, അത് വേറെ കാര്യം. പിന്നെ അതിനുള്ള കഴിവ് നമുക്കില്ല. അതെ. അപ്പൊ ശരി, ഞാൻ ഭയങ്കര ഇർക്കിൽക്കോല് വരായിരുന്നു. പിന്നെ ഈ പയ്യനെ ആകുമ്പോൾ കുറച്ച് സൈസൊക്കെ ഉണ്ട്. ഞാൻ ഈശ്വര ഇവനടുത്തൊന്നും ഞാൻ അപ്പം പൊങ്ങും. വേറെ ഒന്നും അതിനെ പറ്റി കൂടുതൽ ചർച്ചയൊന്നുമില്ല. അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈശ്വര ചെറുക്കം വന്നപ്പോൾ ഞാൻ ഓടും. ഇവനെ നമ്മുടെ സെയിം സ്കൂളിലായിരുന്നു, വേറെ ഡിവിഷൻ എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മളിടയ്ക്ക് അവനറിയാം എനിക്ക് അവളെ ഇഷ്ടമെന്ന്. അവനവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് കേട്ടിട്ട് പിന്നെ നമ്മൾ എത്തി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഒരുക്കി വെക്കുന്ന മെസ്സേജ് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അത് പ്രശ്നമായി. അവളെ വീട്ടിൽ പിടിച്ച് ആകുട്ടി എല്ലാം ചെയ്തോ. എന്നിട്ട് ഞാൻ നമുക്ക് ആ നമ്പറിലേ അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് നമുക്ക് ഒന്നും സംഭവിച്ചൊന്നുമില്ല. ഇല്ല അവള് വേറെ ഏതോ നമ്പറിൽ എനിക്ക് മെസ്സേജ് സഹോദരനെ പോലെ അതിനെ കാണുന്നതൊക്കെ പറയാം. ഇന്നത്തെ ഫ്രണ്ട്സ് ഫോണിലേക്ക് അങ്ങ് കയറ്റി ഒട്ടിച്ചൊക്കെ വെച്ച്. അതെ, ഞാൻ അന്ന് കുറച്ച് ഹാർഡ് ബ്രേക്ക് ഒക്കെ ആയെങ്കിലും പിന്നെ അതിങ്ങനെ കുഴപ്പമില്ലാതെ പോയി. കുഴപ്പമില്ല. ഇത് ഫണ്ണായിരുന്നു. നമുക്ക് ഇത്തരം കഥകളാണ് ഇനി കൂടുതൽ കൊണ്ടുവരേണ്ടത്. ആലോചിച്ചിട്ട് 2 കഥ പറയാം. ആലോചിച്ചിട്ട് 2 കഥ. ഞാൻ കോളേജിൽ നിന്ന് സ്കൂൾ വിട്ടാ വീട്, വീട് വിട്ടാ സ്കൂള്, അങ്ങനെ ജീവിച്ചായിരുന്നൊരു വ്യക്തി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതം മൊത്തം ഞാൻ പഠനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു. അതിനെ കുറിച്ച് ആരെങ്കിലും അടുത്തും ചോദിച്ചാൽ മതി. ഇതിന് സത്യം പറ. ഇവൻ ഈ പറയുന്ന പോലെയല്ല. ഈ പറയുന്നത് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. മൊത്തത്തിൽ വേറെ ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, ഞാൻ വേണമെങ്കിൽ ഇതിന്റെ എൻഡ് ക്രെഡിറ്റ്സ് ആയിട്ട് ഇവന്റെ കുറച്ച് ഹിഡൻ ക്ലിപ്സ് ആഡ് ചെയ്യാം. നോക്കട്ടെ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് ആഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് റിയൽ ആലോചിച്ചത്. എനിക്ക് മാട്രിമോണിയിലൊക്കെ പേരൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം കഴിയും. ഇപ്പൊ നിനക്ക് എത്ര വയസ്സായി? 23. നിനക്ക് പ്രേമിച്ച് കെട്ടാൻ പറ്റുന്ന കഴിവില്ലല്ലേ? അതെ, കഴിവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ആ ജീവിതം മാറ്റി വെച്ചേക്കാണ്. അപ്പൊ വീട്ടുകാർ കണ്ടുപിടിക്കുന്ന ഒരു നല്ലൊരു കുട്ടീനെ വേണ്ടി കെട്ടുള്ളതാണ് പറയുന്നത്. ഉറപ്പല്ലേ? ഇത് യൂട്യൂബിൽ കിടക്കും, ജീവിതകാലം മുഴുവൻ കിടക്കും. അവസാനം നീ പ്രേമിച്ചെങ്ങാനും കിട്ടിയ ഈ വീഡിയോ ഞാൻ നിന്റെ കല്യാണത്തിന് അവിടെ TV പ്രൊജക്ടർ, അവൻ TV നീ മേടിച്ചില്ലെങ്കിലും ഞാൻ ഒരു TV കൊണ്ട് ഞാൻ തന്നെ പ്രൊജക്ടർ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ പ്രസന്റ് ചെയ്യും. ഞാൻ വീട്ടുകാർ കാണിച്ച നല്ലൊരു കുട്ടി, വീട്ടുകാരുടെ സ്നേഹത്തിനും ഇതിനൊക്കെ വേണ്ടി ഞാൻ ആ ത്യാഗം ചെയ്തു. എടാ, നീ മറ്റേ സാധനം കണ്ടിട്ടില്ല? അതായത് നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് വീട്ടുകാർ വേറെ അവരുടെ വീട്ടുകാരായിട്ട് ഫ്ലിർട്ട് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് എനിക്ക് കഴിവില്ലാന്ന് സംഭവം. അതായത് നിന്റെ അങ്കിളും അതേ ഫ്രണ്ട്സും മാമന്മാരും എല്ലാ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പ്രേമിച്ച് കെട്ടിപ്പോവും. നീ ആണെങ്കിലോ വീട്ടുകാർക്ക് വേണ്ടി ഇവർ പെണ്ണിന് തപ്പാതെ ത്യജിച്ചു എന്ന് വിചാരിച്ചാലൊന്നും പറ്റത്തില്ല. ഇതിന് കഴിവില്ല, അതാണ് സംഭവം. കഴിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ത്യജിക്കുക വീട്ടുകാരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ മൊബൈൽ നമ്പർ. ആരും ഒന്നും പറയുന്നില്ല. അലോചിച്ച് അറേഞ്ച്ഡ് മാരേജ് ഓൺലി.
നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്റെ വീട്ടുകാരും ഒക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് ചോദിച്ചായിരുന്നു, അമ്മ ഇങ്ങനെ എന്തെങ്കിലും വന്നതിന് കുഴപ്പമുണ്ട്, നസ്രാണി ആയാൽ മതി, വേറെ കുഴപ്പമൊന്നും. അപ്പൊ ആലോചിച്ച് ഓപ്പൺ ടു ഓള ഇപ്പൊ ഇത്രയും നേരം അറേഞ്ച് മാരേജ് അതായത് വീട്ടുകാരോട് നമുക്ക് ചർച്ചയൊക്കെ ചെയ്ത് പതുക്കെ സെറ്റ് അതൊക്കെ അത്രേ ഉള്ളൂ. പ്രേമിച്ച് ഒളിച്ചോടണമെന്നല്ല ഞാൻ പറയുന്നത്. അനാവശ്യമായ സംഭവം അതല്ലത്, കാരണം ചെലവില്ല. എനിക്ക് ഇപ്പൊ കല്യാണം നടത്തിയെങ്കിൽ എത്ര ഷെഡ്യൂൾ ലാഭിക്കുന്നറിയോ? ഗ്യാസില്ലാത്തോണ്ട് ആൾക്കാരെ വിളിക്കണ്ട, വൻലാഭം. കോവിഡിന്റെ സമയത്ത് കല്യാണം നടത്തിയെങ്കിൽ പിന്നെ ലാഭിച്ചു. അതെ, സ്വർണം വാങ്ങിച്ചാലും മുടിയും ഇത് ലാഭ. ഞാൻ പറയണേ ഈ സ്വർണ്ണത്തിന് പേര് വേറെ എന്തെങ്കിലും വരണേ, അതാകുമ്പോ ഡയമണ്ട് പോട് കൊടുക്കുന്നതാണ് സ്വർണ്ണത്തിന് വരാൻ പറ്റി. അതാകുമ്പോ അതിന് കൂടുതൽ കാശല്ലേ, ചെലവല്ലേ ഇതാലും. ശരിയാ എന്തിനാ എത്ര ആർഭാടമൊക്കെ അല്ലേ? ചെലവ് ചുരുക്കുന്ന ഒരു പരിപാടി നടത്താം. അതെ, നമുക്ക് പതുക്കെ റാപ്പപ്പിലേക്ക് കടന്നാലോ? അത്രയൊക്കെ ആയോ ഇന്നത്തെ? ഇന്ന് പക്ഷേ നിന്റെ ഫണ്ടൊന്നും വന്നില്ല. ഫണ്ട് കുറച്ച് ബ്ലോക്ക്ഡാണ് ഗൈസ്. ആലോചിക്ക്, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. യെസ് ഇന്നത് പോയിട്ട് എനിക്ക് കുറച്ച് അതിന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, മറ്റേ പള്ളിയിലെ അച്ഛനാവാനെടുക്കുന്ന പോലെ. മാന്യതയുടെ നിറകുടം. ആലോചി, ഇന്ന് ചില കാര്യങ്ങളായിട്ട് റിസർവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്റെ മുഖത്ത് സന്തോഷം കുറച്ചധികം. ആലോചി എങ്ങനെ ഇവര് ക്യൂട്ട്നെസ് ഇട്ടങ്ങ് മെഴുകുക. ഇത് ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിറക്കോടാ. ആലോചിയുടെ ഇന്നത്തെ സ്റ്റോറി ആയിരിക്കും അടുത്ത നമ്മുടെ പോഡ്കാസ്റ്റിലെ വിഷയം. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ആലോചനയൊന്നുമല്ല. ആലോചി ഇന്നലെ ഇങ്ങനെ കുറച്ച് ഇന്നലെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ആലോചിച്ച് മറ്റേ ഞാൻ പറയുന്നില്ല, എന്താ സ്ലിപ്പിങ് ഇട്ടില്ല അപ്പൊ തോന്നുന്നു. അയ്യോ, ഇതൊക്കെ നാട്ടുകാരെന്തെങ്കിലും കണ്ടിട്ട് പറയാടോ, വീടിന്റെ മണ്ടയ്ക്ക് രണ്ട് പ്രാന്തന്മാർ റെക്കോർഡ് ചെയ്ത് രണ്ട് പേഗന്മാര് ചുമ്മാ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണ്ട് തുടക്കം തൊട്ട്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് മിക്കവാറും തുടക്കം തൊട്ട് അവസാനം വരെ കട്ടിയിട്ട് വരും. അവസാനം ഒന്നും കാണില്ല എപ്പിസോഡ്. അല്ലല്ല, നമ്മൾ ഇത് ഷോർട്സ് ആക്കി ഇറക്കാൻ എനിക്ക് പറ്റില്ല. നീ ഒരു കാര്യം പറഞ്ഞില്ല, നീ സ്കൂൾ കാലത്തിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. സ്കൂൾ കാലത്തിന് രണ്ട് സ്കൂൾ കാലം കൂടെ പറഞ്ഞു. നമ്മൾ രണ്ട് സ്കൂൾ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളില് ഫലിതമായിട്ട് പറയണേ, ഫലിതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് വീട്ടിൽ പോക്കാ. കോപ്പി അടിച്ചാലോ? ഞാനല്ല കോപ്പി അടിച്ച വേറെ ഒരുത്തനായിരുന്നു. അവനെന്നെ ഒറ്റി എന്നെ പിടിക്കില്ലായിരുന്നു. ഞാൻ ടാക്ടിക്സോളൊക്കെ ചെറുപ്പക്കാരനായിരുന്നു. അവൻ വേറൊരു സൈഡിൽ നിന്ന് ഒറ്റി മിസ് അവന്റെ കയ്യിൽ തുണ്ടെന്ന് പറഞ്ഞു പാണ്ടാറും. ഞാൻ പക്ഷെ ഒരു സ്റ്റുഡിയസ് ബോയ് ആയതുകൊണ്ട് പരീക്ഷയുടെ തലേ ദിവസം തന്നെ എല്ലാരും പഠിച്ച് തീർക്കും. അതിന് ഞാൻ പല പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോവാറുണ്ട്. 5 മിനിറ്റ് പറഞ്ഞു ഇവ തുണ്ടൊന്നും വെക്കാറില്ല, അന്തസ്സുള്ള പയ്യനാ, പ്രശ്നമൊന്നുമില്ല. തുണ്ട് പിടിച്ച് വെച്ച് ഇത്ര നാൾ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് സാധനം പൊക്കിയിട്ടില്ല ഒരൊറ്റ പ്രാവശ്യം. അത് എന്റെ ഇല്ലായിരുന്നു. ആ ചെറുങ്ങായി എല്ലാ പരീക്ഷയ്ക്ക് ഇതാണ് പരിപാടി. ഇല്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ അന്ന് പാഠം പഠിച്ചു, കോപ്പിയടി ഇഞ്ചുറീസ് ടു ഹെൽത്ത്. അതെ അതെ, അപ്പൊ അവൻ ടെക്നിക്സ് കൂട്ടി, അല്ലാതെ കോപ്പിയടി നിർത്തിയതല്ല, സെക്യൂരിറ്റി കൂട്ടി, സെക്യൂരിറ്റി മെഷേഴ്സ് കൂട്ടി. മറ്റേ പടകളിലൊക്കെ കണ്ടില്ല, ഇവന്റെ ഇടയ്ക്ക് ഒരു വിരല് ഇവിടെ മറ്റേ ബാൻഡേജ് അങ്ങനെ ആലോചിച്ച് ഒരുപാട് നേടുന്നുണ്ട്. അങ്ങനെ എന്റെ സ്കൂൾ അത്യാവശ്യം ഫണ്ണായിരുന്നു, സ്കൂളും കാര്യങ്ങളൊക്കെ ഫണ്ണായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആലോചിക്ക് കുറച്ച് എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു എൻഗേജ്മെന്റ് ഉണ്ട് കഴിഞ്ഞിട്ട് അതിന് പോണം. ആലോചിയുടെ എൻഗേജ്മെന്റ് ആണോ? ഓക്കെ, അപ്പോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അപ്പോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ. ആലോചി, ഹലോ. പിന്നെ നീ എന്താണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ ചോദിക്കാം, അപ്പൊ നീ പറയണം. ഹഗിനെ കുറിച്ച് ഞാൻ പറയും. ഞാൻ എന്താ ടോപ്പിക് ചോദിക്കും, നീ ഒലെത്തിയാ മതി. ശരി, കേട്ടല്ലോ. ഇമോഷണൽ ഇന്റിമസി അത് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ടോപ്പിക് ഒരു പണ്ടില്ലല്ലേ? ഇല്ലല്ലേ, ഇതിന്റെ അടുത്ത് ഞാൻ മലയാളത്തില അതെനിക്ക് പറഞ്ഞു തുടങ്ങിയപ്പോഴല്ലേ അതിനുപറ്റി ഒന്നും പറയാൻ നമുക്ക് മനസ്സിലാവില്ല. ഇതാണ് നമുക്ക് ഓൾഡ് സ്കൂൾ ഫണ്ടിലേക്ക് പോവാന്ന് പറഞ്ഞത്. ഞാൻ എന്നോട് ചോദിക്കാം എന്താ ടോപ്പിക്. ഓക്കെ, 3, 2, 1 ഫുൾ കട്ടിട്ട